മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ യുവാക്കളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശരത്തും വിവേകും സ്ഥിരം അക്രമകാരികളാണ്. ആക്രമത്തിൽ നിന്ന് മലപ്പുറം സ്വദേശി ഖനീഫ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മുമ്പും ഇത്തരം സംഭവമുണ്ടായി. മാർച്ച് 30-ന് കൈനകരിയിൽ വെച്ചാണ് ഖനീഫയെയും ഇവർ വാഹനമിടിപ്പിക്കാൻ ശ്രമിച്ചത്. പാതിരപ്പള്ളിയിലേതിന് സമാനമായി കക്കൂസ് മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു ലോറി പിന്നോട്ടെടുത്ത് ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചത്. ആ ദൃശ്യങ്ങൾ ആദ്യം കാണും. എന്താകുമ്പോ ഇപ്പൊ ഞാൻ ഉണ്ടാക്കണ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. നീ ഉണ്ടാക്ക് സൈഡാക്ക്. നീ അവിടെ കക്കൂസ് മാലിന്യം തട്ടിയില്ലേ? ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. നീ എന്തിനാ കക്കൂസ് മാലിന്യം തട്ടുന്നത്? ഇതെല്ലാരും കണ്ടോളി. ഇവിടെ ആലപ്പുഴയിൽ വന്നിട്ട് ഈ ആലപ്പുഴ റോഡ് സൈഡിൽ വന്നിട്ട് മാലിന്യം ഇടുന്നുണ്ട്. ഇതാ വണ്ടി നമ്പർ ഇതാക്കണേ, എടുത്തോളി. ആലപ്പുഴ അതാ കണ്ടോളി. ഇതാ വണ്ടി കുത്തിക്കാൻ നോക്കുന്നേ. ഇതാ കണ്ടോളി സാറേ. ഇതാ ഇവരെന്നെയാണ് സാറേ. ഒന്ന് കാണട്ടെ ഞാൻ കാണട്ടെ. അതിനെ ഞാൻ നോക്കട്ടെ അതിനെ ഞാൻ പറയും. സാറേ ഇതൊന്നായിരം പൊളിക്കണതാ. പൊളിക്കണേ. ഇതാ വരണ്ടേ നിങ്ങളെ ഗുണ്ടായിസം കാണിക്ക. അതന്നെ ഗുണ്ടായിസം കാണിക്ക. ഇവരെന്നെ നിങ്ങൾ ആ വക ഞാൻ എടുക്കും. വീഡിയോ എടുക്കും ഞാൻ ഇനി എടുക്കും. വീഡിയോ എടുക്കും ഞാൻ ഇനി എടുക്കും വീഡിയോ. ഇതാ വണ്ടി നമ്പർ ഇതാക്കണേ, എടുത്തോളി. ആലപ്പുഴ അതാ കണ്ടോളി. ഇതാ വണ്ടി കുത്തിക്കാൻ നോക്കുന്നേ. വണ്ടി നമ്പർ ഇതാക്കണേ. ഈ അക്രമത്തിന്റെ വിവരങ്ങൾ ഹനീഫയും ന്യൂസ് 8നോട് പങ്കുവച്ചു. വലിയ ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ ദേശീയപാതയോരത്ത് കക്കൂസ് മാലിന്യം തള്ളാൻ മുമ്പും ശ്രമമുണ്ടായി. അത് തടയാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കുക ഇവരുടെ പതിവ് ശൈലിയാണ്. അതാണ് ഹനീഫയുടെ അനുഭവം. കഴിഞ്ഞ മാർച്ചിൽ നടന്ന ഈ സംഭവം ഹനീഫ ന്യൂസ് 8നോട് പങ്കുവച്ചു. പയ്യന്മാരെ ചെയ്തതുപോലെ എത്രയോ ആളുകളെ ഇവരെ ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ടാവും. ഇവരെ പേടിച്ചിട്ട് പറയാതിരിക്കാണ്. അത്ര 30-ാം തീയതി ഞാൻ നെല്ലെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 12 വീലാണ്, ആൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയാണ്. ഞാൻ നെല്ലെടുക്കാൻ വേണ്ടിയാണ് ഇവർക്ക് നെടുമുടിയിലേക്ക് നെല്ലെടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ നിർത്തിയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് പുലർച്ചെ ഏകദേശം 4:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് ഇവര് നീ ഫോട്ടോ എടുക്കുകയാണെന്ന് ചോദിച്ചു. നീയാണോ ഞങ്ങളെ ഫോട്ടോ എടുത്തത്? നീ ആരാ ഫോട്ടോ എടുക്കാന്? കേട്ടാൽ അറക്കുന്ന വാക്കുകളാണ്. അത്രയേറെ തെറികൾ ഇവിടെ പറഞ്ഞിട്ട് എന്റെ ഈ ഗ്രില്ല് ഇവര് ചവിട്ടി പൊളിക്കുകയും ചെയ്ത്. ഇതെന്റെ സേഫ്റ്റി ഗ്രില്ലാണ്, ഓരോ ലോറിക്കാർക്കും ഉണ്ടാവുന്നത്. ഈ സേഫ്റ്റി ഗ്രില്ല് അവര് ചവിട്ടി പൊളിച്ച് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അവരെന്നെ വണ്ടി അടിച്ചിട്ട് ബാക്ക് റിവേഴ്സ് എടുത്തിട്ട് എന്നെ വണ്ടിയായി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നതിന്റെ ശേഷം വീണ്ടും അവര് വണ്ടി അവരുടെ ലോറി നിർത്തിയിട്ട് നിർത്തി അവർ ഓടി വന്നിട്ട് എന്റെ ഈ ഗ്രില്ല് അടിച്ചു പൊളിച്ചാണ്ട് എന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും ഞാൻ ഇന്നലെ കേസ് കൊടുത്തു, പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. വളരെയധികം നന്ദി. ഇനി എനിക്ക് സാറന്മാരോട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഇതിന്റെ മുമ്പ് ഇരകളായിട്ടുണ്ടോ നോക്കണം. ഇവര് ഒരുപാട് പേരെ ഉപദ്രവിച്ചു. കാരണം ഇവരോട് മറ്റുള്ള ആളുകൾ പരാതി കൊടുക്കാനുള്ള ഭയം മൂലം ഇവരെ ഇതുപോലെ കൊല്ലും. കാരണം ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ പേരിൽ ശക്തമായിട്ടുള്ള തുടർ അന്വേഷണം നടത്തണം. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും. ഇവരെ ഇതുപോലെ
ഇതുപോലെ ഒരു ആളുകൾ, കാരണം ഒരു മാഫിയ തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രമാത്രം ഇവരുടെ കാര്യങ്ങൾ അത്രമാത്രം, ഇവരുടെ കയ്യിൽ പറഞ്ഞ ഐഫോണല്ലേ, ജില്ലാ കളക്ടർ വരെ ഞെട്ടിക്കും. ജില്ലാ കളക്ടർക്ക് വരെ 1.5 ലക്ഷം രൂപേന്റെ ഫോണാ. കാരണം എടുക്കാലോ, ധൈര്യമായിട്ട് എടുക്കാലോ. കാരണം വെച്ചാൽ ഒരു ലോഡ് എടുത്തു കഴിഞ്ഞാൽ 10,000 രൂപ. ഇവിടുന്ന് എടുക്കുക, നേരെ അപ്പുറത്ത് 1/2 കിലോമീറ്റർ കൊണ്ടുപോയി അപ്പുറത്ത് നിന്ന് തട്ടുക, അടുത്തെടുക്കുക. ഒരു 4-5 ലോഡ് വൈകുന്നേരം പുലർച്ചയ്ക്ക് എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയത്താണ്, ചൂട് കാലങ്ങളിൽ എല്ലാവരും നമ്മൾ ഉറങ്ങി കിടക്കുക. ആ സമയത്ത് ആരും ഇല്ലാത്ത സമയത്ത് ഇവരാണ് എടുക്കുന്നത് 10,000 രൂപ, 50,000 രൂപ, 2,000 രൂപേന്റെ ഡീസൽ ആയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ആയി 48,000. ഇവർക്ക് ഐഫോണല്ല, ഐഫോൺ ഉണ്ടാക്കുന്ന കമ്പനിയുടെ മുതലാളിനെ വരെ വിലക്ക് വാക്കാം. ആ കോലത്തിലാണ് ഇവർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കേട്ട ഈ ഹനീഫയുടെ പരാതിയിൽ വീണ്ടും പോലീസ് കേസെടുത്തിട്ടുണ്ട്. രണ്ടാമതൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട് എന്നതാണ്. നോർത്ത് പോലീസിന് പുറമെ സൗത്ത് പോലീസും വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാതിരപ്പള്ളിയിൽ വെച്ച് മറ്റു 2 യുവാക്കളെ സമാനമായ രീതിയിൽ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. മാലിന്യ നിക്ഷേപം തടഞ്ഞതിന്റെ പേരിലായിരുന്നു ഈ തർക്കവും ഇത്തരം അക്രമശ്രമങ്ങളും ഉണ്ടായത്. ഇന്നലെ പ്രതികളെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്ത് നടന്നിരുന്നു. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇങ്ങനെ മാലിന്യ നിക്ഷേപം ഒരു മാഫിയ സംഘം ഏറ്റെടുക്കുകയും അത് പൊതുനിരത്തുകളിൽ കൊണ്ട് ഈ കക്കൂസ് മാലിന്യം തള്ളുകയും ചെയ്യുന്നു. അത് ചോദ്യം ചെയ്യുന്നവരെയാട്ടെ ഇവർ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന രീതിയും. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ, ഇത് കൂടുതൽ തെളിവിലേക്ക് വരികയാണ്. ഇത് മുമ്പും ഈ സംഘം അക്രമം നടത്തിയിട്ടുണ്ട്. ഒപ്പം തടയാൻ ശ്രമിച്ചവരെ വധഭീഷണി മുഴക്കി അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? സജിത്ത്, അതീവ ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ പരാതിയാണ് ഇപ്പോൾ ആലപ്പുഴ പോലീസ് രണ്ടാമത്തെ പരാതിയിന്മേലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രണ്ടും വധശ്രമ കേസുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം പാതിരപ്പള്ളിയിൽ തിങ്കളാഴ്ച ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളുന്ന കണ്ടത് ചിത്രീകരിക്കാൻ ശ്രമിച്ച 2 യുവാക്കളെയാണ് ദേശീയപാതയിൽ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൽ 307 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. അതും വധശ്രമത്തിനായിരുന്നു കേസ്. ആ ചെറുപ്പക്കാരുടെ ദേഹമാസകലം പരിക്കുകളുണ്ട്. ദേശീയപാതയിൽ വീണ ആ ചെറുപ്പക്കാരെ പിറകിൽ നിന്ന് വന്ന വാഹനങ്ങൾ കണ്ട് നിർത്തി എടുത്തത് കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത്. തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. സമാനമായ പരാതിയാണ് ഇപ്പോൾ ഈ മാഫിയക്കെതിരെ. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ വാഹനം തണ്ണീർമുക്കം സ്വദേശിയായ കണ്ണന്റേതാണ് എന്നുള്ള, കണ്ണൻ എന്ന് വിളിക്കുന്ന ശരത്തിൻ്റെതാണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. മാത്രമല്ല കണ്ണനെയും ഒപ്പം തന്നെ വാഹനത്തിലുണ്ടായിരുന്ന വിവേകിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കുന്നത് കഴിഞ്ഞ മാർച്ച് 30-ന് മലപ്പുറം സ്വദേശിയായ ഹനീഫയെ ഇവർ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഹനീഫ ഒരു ലോറി ഓടിക്കുന്ന ലോറി ഡ്രൈവറാണ്. അദ്ദേഹം തന്റെ വാഹനവുമായി കൈനഗിരിയിൽ കഴിഞ്ഞ മാർച്ച് 30-ന് എത്തുന്നു. നെല്ല് സംഭരണത്തിന്റെ ഭാഗമായാണ് എത്തുന്നത്. തുടർന്ന് അന്ന് നോമ്പുകാലം ആയതുകൊണ്ട് തന്നെ പുലർച്ചെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റപ്പോഴാണ് ഇവർ കക്കൂസ് മാലിന്യം തള്ളുന്നത് കണ്ടത്. തുടർന്ന് ഹനീഫ അദ്ദേഹം അതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് പിന്നീട് ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇവർ വാഹനം കൊണ്ട് നിർത്തിയ ശേഷം റിവേഴ്സ് എടുത്ത് ആ ലോറി വെച്ച് ഇടിക്കാനായി ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം ലഭ്യമായിട്ടുണ്ട്. ആ വണ്ടി റിവേഴ്സ് വന്ന് ഹനീഫയെ ഇടിക്കാൻ ശ്രമിക്കുകയും ഹനീഫ കുതറി മാറുകയുമാണ് ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല പ്രതികളുടെ ദൃശ്യങ്ങളും ഹനീഫയുമായുള്ള ഈ പ്രതികൾ ഹനീഫയെ ആക്രമിക്കുന്ന വാഹനത്തിൽ ആക്രമിക്കുകയും അസഭ്യം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അടക്കമുള്ള ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ അതായത് മാലിന്യം ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തെ ചോദ്യം ചെയ്ത 2 ആളുകൾക്ക് 3 പേർക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായ പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. ഇതിൽ 2 പേരുടെയും 2 ചെറുപ്പക്കാർ IT വിഭാഗത്തിൽ എറണാകുളത്ത് ജോലി ചെയ്യുന്നവരാണ്. ഒപ്പം തന്നെ അവർ ആ ദൃശ്യം, ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ ദൃശ്യം ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ആദ്യഘട്ടത്തിൽ ഇവരെ വലിയ കലവൂർ വെച്ച് വാഹനം വളഞ്ഞു വെച്ച് ഇവരെ പിടിക്കാൻ ശ്രമിച്ചു. ഇരുമ്പ് പൊടി ഉൾപ്പെടെ വെച്ച് അടിക്കാൻ ശ്രമിച്ചു. അതിനുശേഷമാണ് ഇവരെ പൂങ്കാവിൽ വെച്ച് ഈ 2 ചെറുപ്പക്കാരെയും ലോറി കൊണ്ടുവന്ന് ഇടിപ്പിച്ചിട്ടത്. വധശ്രമത്തിൽ തന്നെ അതീവ ഗൗരവത്തോടെ പോലീസ് ഈ കേസ് നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഹനീഫയുടെ കേസിൽ ഇപ്പോൾ 308 വകുപ്പ് പ്രകാരം
വധശ്രമത്തിന് ആലപ്പുഴ സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് ഹനീഫയെ ഇവർ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ 3 പേരുടെ ജീവഹാനി അടക്കം വരത്തക്ക രീതിയിൽ ഉള്ള ഇടപെടൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് കർശന പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നു. ദേശീയപാതയിൽ വലിയ അലർട്ടോടുകൂടി വാഹനങ്ങൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആ രീതിയിൽ ഒരു സ്ക്വാഡ് രൂപീകരിച്ച് തന്നെ ഈ പ്രവർത്തനങ്ങൾ ഗുണ്ടാ മാഫിയയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ 2 കേസുകളിലും വന്നിട്ടുള്ളത് ഒരേ പ്രതികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ കാര്യങ്ങൾ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിന് മാലിന്യ നിക്ഷേപത്തെ ചോദ്യം ചെയ്യുന്ന ഒരാളെ, ഒരു ലോറി ഡ്രൈവറായ മലപ്പുറം സ്വദേശിയായ ഹനീഫയെ ലോറി റിവേഴ്സ് എടുത്ത് വന്ന് ഇടിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഹനീഫ അത് വിളിച്ചു പറയുന്നുണ്ട്, തന്നെ ഇടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അദ്ദേഹം വിളിച്ചു പറയുന്നു. മാത്രമല്ല വണ്ടിയിലെത്തി ഭീഷണിപ്പെടുത്തുകയും വാഹനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ ഹനീഫ പോലീസിന് കൈമാറിയിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതിൽ വീണ്ടും തുടരന്വേഷണം, അതായത് ഇതിന് സമാനമായ സാഹചര്യത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടോ, മറ്റ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. വലിയ ചർച്ച ഈ വിഷയമാകുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തെ ചോദ്യം ചെയ്ത 3 പേർക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന അടക്കമുള്ള ഗുരുതരമായ അപകടത്തിലേക്ക്, അക്രമത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് എത്തിയത്. എന്തായാലും അതിനെ വളരെ ഗൗരവത്തോടു കൂടി പോലീസ് കാണുന്നു. ഇത്തരത്തിൽ മാലിന്യ സംസ്കരണത്തിന് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ അടക്കമുള്ള പശ്ചാത്തലത്തിൽ ഈ ഒരു ലോഡിന് 10,000 രൂപയാണ് വാങ്ങുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഇവർ ഒരു ദിവസം 3-4 ലോഡുകൾ എടുക്കും. അത് എടുത്തതിന് ശേഷം കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസമില്ല. ഇപ്പോൾ കളറുകോട് നിന്ന് എടുത്ത ഒരു ലോഡാണ് ഇവിടെ ആലപ്പുഴ പാതിരപ്പള്ളിയിൽ ഇട്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വെറും 3-4-5 കിലോമീറ്ററുകൾ വ്യത്യാസത്തിൽ ഇവർ കൊണ്ട് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഇനി ഇവർ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ വേസ്റ്റ് എടുക്കുമ്പോൾ അത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിലേക്ക് കൊടുക്കാനാണോ എന്ന് പറഞ്ഞാണോ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് കളക്ട് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതിരിക്കുന്നു. അങ്ങനെ ഇത്തരത്തിൽ പുറന്തള്ളി അനധികൃതമായി പുറന്തള്ളാനാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ആ സ്ഥാപന ഉടമകൾക്കെതിരെയും കേസെടുക്കേണ്ട സാഹചര്യമുണ്ട്. പൊതുജനത്തിനാകെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടായിരുന്നു ഈ മാലിന്യ തള്ളൽ, അല്ലെങ്കിൽ കക്കൂസ് മാലിന്യം തള്ളൽ ഇവരുടെ നിരന്തരം ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ ഒരു പടി കൂടി കടന്ന് ചോദ്യം ചെയ്യുന്നവരെ ആക്രമിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന അടക്കമുള്ള ഭീതിതമായ അന്തരീക്ഷം ജനങ്ങൾക്ക് ഇവർ ഉണ്ടാക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2 ചെറുപ്പക്കാർ, 25ഉം 23ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരെയാണ് നടു റോഡിൽ ദേശീയപാതയിൽ വാഹനമിടിച്ച് ഇവർ നിലത്തിടുകയും പുറകിൽ നിന്ന് വന്ന വണ്ടികൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ആ പുലർച്ചെ ആ ചെറുപ്പക്കാരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അവരുടെ ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഘട്ടമായിരുന്നു അത് എന്നുള്ളതാണ്. നമ്മൾ ആ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ അവരുടെ ശരീരമാസകലം മുറിവുകളുണ്ട്. അവരുടെ കുടുംബങ്ങൾക്ക് ഭീതിയുണ്ട്. കാരണം ഒരു നിയമ സംവിധാനം ഉള്ള ഒരു നാട്ടിൽ പൊതുനിരത്തിൽ ഇടിച്ചു വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ അതേ സമാനമായ സാഹചര്യം തന്നെയാണ് ഹനീഫയ്ക്കും ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളിലും ഇതുപോലെ തന്നെയാണ്. പുലർച്ചെ 4:54 ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം സോജുവിന്റെയും അജിത്തിന്റെയും സംഭവം നടന്നത് പുലർച്ചെ 5:40 ഇത്തരത്തിൽ പുലർച്ചെ രാത്രിയുടെ മറവിൽ, ഇരുട്ടിന്റെ മറവിലാണ് ഇത്തരത്തിൽ ജനങ്ങൾ ഉറങ്ങുമ്പോൾ ഇത്രയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുകയും ഇത് ചോദ്യം ചെയ്യുന്ന ആളുകളെ വകവരുത്താൻ അടക്കമുള്ള ശ്രമം ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഇവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതുമാണ്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി പോലീസ് ഇതിനെ നോക്കിക്കാണുന്നു. പ്രത്യേകിച്ച് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഇതിനകത്ത് കർശന നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഗൗരവത്തോടു കൂടി തന്നെ 2ാമത്തെ വധശ്രമത്തിലുള്ള കേസാണ് ഇവർക്കെതിരെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ശരത്തിനും വിവേകിനുമെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശരണ്യ, ഈ ഇരുട്ടിന്റെ മറവിൽ ദേശീയപാതയോരത്ത് ഇത്തരം മാലിന്യ നീക്കം നടത്തുന്നത് മുൻകാലങ്ങളിലും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് തടയാൻ ശ്രമിക്കുന്നവരെ ഈ തരത്തിൽ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് ഒന്നല്ല, പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സംഘത്തിന്റെ അങ്ങനെ വ്യാപകമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് അങ്ങനെ അന്വേഷണം അതിലേക്ക് കടന്നിട്ടുണ്ടോ?
സജിത്ത്, ദേശീയപാതയിൽ കർശന പരിശോധനയ്ക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ്, നമ്മളുടെ വാർത്തകളടക്കം പുറത്തുവന്ന ഘട്ടത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ വലിയ തോതിൽ പരിശോധിച്ചിരുന്നു. അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ കുറെ വാഹനങ്ങൾ, ഇത്തരത്തിലുള്ള കുറെ ലോറികൾ പോലീസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇത് പൂച്ചക്കലും ഒപ്പം തന്നെ ഈ തണ്ണീർമുഖവും അടക്കമുള്ള മുഹമ്മയും അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഗുണ്ട ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ട് കർശനമായ നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല ഇതിനുവേണ്ടി ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ വിഷയങ്ങൾ പരിശോധിച്ചു വരികയാണ്. സജിത്, ശരണ്യ, ഈ ദൃശ്യം ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഈ ഹനീഫയുടെ പരാതിയിലാണ് രണ്ടാമത് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഈ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ പ്രതികൾ അവര് ഈ കുറ്റം ഏറ്റെടുക്കുന്നുണ്ടോ, അവര് പോലീസിനോട് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതായി കണ്ടു. ഇത് സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള ഇടപെടലാണോ, അതല്ലെങ്കിൽ ഈ രണ്ട് പ്രതികൾക്കപ്പുറത്തേക്ക് കൂടുതൽ സംഘങ്ങൾ ഇങ്ങനെ മാലിന്യ നിക്ഷേപത്തിന്റെ കരാറെടുക്കുകയും അത് പൊതുനിരത്തിൽ കൊണ്ടുപോയി തള്ളുകയും ചെയ്യുന്നു, അങ്ങനെ ഒരു വ്യാപകമായ സംഘം ഇതിന് പിന്നിലുണ്ടോ? അങ്ങനെയൊക്കെ പോലീസിന് തെളിവുകളോ വിവരങ്ങളോ ലഭ്യമാവുന്നുണ്ടോ? പോലീസ് കൃത്യമായി ഈ വാഹനങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശരത്തിന്റെ കേസ് പരിശോധിക്കുകയാണെങ്കിൽ സമാനമായ രീതിയിലുള്ള 7 കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. മാത്രമല്ല ഇതിനു വേണ്ടിയുള്ള ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘമാണ്, ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മാത്രമല്ല സമാനമായ രീതിയിൽ വേറെ എവിടെയെങ്കിലും ആളുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ വാഹനങ്ങൾ, കാരണം നിരവധി ലോറികൾ ഇത്തരത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസത്തെ CCTV പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെയാണ് ഈ പൂങ്കാവ് ഭാഗത്തേക്ക് എത്തിയ ആ വാഹനവുമായി ബന്ധപ്പെട്ട് കളർകോട് നിന്നാണ് മാലിന്യം ഇവർ എടുത്തതെന്നും ആ വണ്ടിയാണ് ഈ 2 ചെറുപ്പക്കാരെയും ഇടിച്ചതെന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ട ആളുകളുടെ ആ ലിസ്റ്റ് പോലീസ് പരിശോധിച്ചു വരികയാണ്. അതീവ ഗൗരവത്തോടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ പാതിരപ്പള്ളിയിൽ ആക്രമിക്കപ്പെട്ട ചെറുപ്പക്കാർ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ആ ദൃശ്യങ്ങൾ പോലും കിട്ടിയിട്ടില്ല. അവരെ വണ്ടി പാസ് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ മൊബൈലിൽ ഒന്ന് വണ്ടി നിർത്തുക പോലും ചെയ്യാതെയാണ് അവർ ആ വിഷ്വൽ ഒന്ന് എടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ അതിനാണ് അവർ ഇത്രമാത്രം അവരുടെ ജീവഹാനി അടക്കം സംഭവിക്കത്തക്ക രീതിയിൽ ഇത്രമാത്രം ഒരു അക്രമത്തിന് അവർ വിധേയരാവുകയും നടു റോട്ടിൽ വാഹനം ഇടിച്ച് വീഴേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനെ വളരെ നിസ്സാരമായി പോലീസ് കാണുന്നില്ല, വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 307 വകുപ്പ് ആ കേസിൽ ചുമത്തുകയും ചെയ്തിട്ടുള്ളത്. ജീവഹാനി സംഭവിക്കത്തക്ക രീതിയിൽ ആ വാഹനം ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള വാക്ക് തന്നെയാണ് പോലീസ് FIRലും ഒപ്പം തന്നെ ജില്ലാ പോലീസും വിശദീകരിക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള കേസാണ് ഇപ്പോൾ ഹനീഫയുടെ പരാതിയിന്മേൽ ഉണ്ടായിട്ടുള്ളത്. ഹനീഫയുടെ ഹനീഫ ഇന്ന് ആലപ്പുഴയിലെത്തി മൊഴി നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. സജിത്, എന്തായാലും സംസ്ഥാന വ്യാപകമായി തന്നെ പോലീസ് ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം മാലിന്യ നിക്ഷേപം ചോദ്യം ചെയ്യാൻ ശ്രമം നടത്തുമ്പോൾ അത്തരം ആളുകളെ വധിക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ പ്രശ്നം. ആലപ്പുഴയിൽ 2 സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടാവുന്നു. ഒരേ കേസിലെ പ്രതികൾ തന്നെ മുമ്പും ഇത്തരം ശ്രമങ്ങൾ നടത്തി എന്നതാണ്. ഹനീഫ എന്ന വ്യക്തിയുടെ മൊഴിയാണ് രണ്ടാമത് ഈ ഘട്ടത്തിൽ നിർണായകമാവുന്നത്. ഒപ്പം അത് അന്ന് മൊബൈലിൽ ഹനീഫ തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഹനീഫയുടെ മൊഴി കൂടി വരുന്നു. ഇതിൽ പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് വിശദാംശങ്ങൾ. ഒപ്പം പോലീസ് സംസ്ഥാനത്തിന്റെ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തേണ്ടി വരും. ഒരു ഇടവേള.